ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങളെ അമ്പലത്തിൽ സായാഹ്ന ഭക്ഷണം കഴിക്കാൻ പോണ ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണോ. നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ സായാഹ്ന ഭക്ഷണം കഴിക്കാൻ പോകണു. അത് കഴിഞ്ഞ് സായാഹ്ന ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് തിരുവാതിരക്കളി, കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ വീട്ടിൽ പോവുകയുള്ളൂ. അങ്ങനെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കാണുമെന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെതാ സായാഹ്ന ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. എല്ലാ ദിവസവും 3 നേരം ഭക്ഷണമുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോകളെല്ലാം ഇട്ട് തീർന്നതിന് ശേഷമേ ഇനി എൻ്റെ വീട്ടുവിശേഷങ്ങൾ ഞാൻ ഇടുകയുള്ളൂ. ഇന്ന് കുറേ വീഡിയോകളൂടെ ഉണ്ട് കേട്ടോ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ടിടും. ഞങ്ങളുടെ ഉത്സവം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളാ കണ്ടല്ല, എല്ലാവരും എല്ലാ ദിവസവും ഇവിടെ ഭക്ഷണശാലയിൽ ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന് കൈകൊട്ടിക്കളി കാണാൻ കുറച്ച് കൊച്ചു മക്കളുടെ കൈകൊട്ടിക്കളിയാണ്. അവരെ കൊണ്ട് പറ്റണതുപോലെയൊക്കെ അവർ ഒപ്പിച്ചെടുത്തു. അങ്ങനെ എല്ലാ ദിവസവും കൈകൊട്ടിക്കളിയും ഗാനമേളയും നാടകവും ഡാൻസും എല്ലാ ദിവസവും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ വർഷം ഞങ്ങൾക്ക് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാനും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കാനും അന്നദാനം കഴിക്കാനും അമ്മയുടെ കടാക്ഷത്താൽ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷം. അമ്മ ദുഃഖങ്ങൾ തരണമെങ്കിൽ അതിൽ ഒരുപാട് സന്തോഷങ്ങൾ തരണം. ഈ 10 ദിവസം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ. സമാധാനം മാത്രം, എല്ലാ സമാധാനം. അത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല. വെറുതെ ഇരുന്ന് പോയ കാലങ്ങളെ പറ്റി ചിന്തിക്കാതെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കൂലല്ലോ. അതുകൊണ്ട് ഈ കഴിഞ്ഞ 10 ദിവസം ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല. അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോയിൽ കൊടുക്കുന്ന വോയിസ് നിർത്തി നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.